ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് സോളാർ പാനൽ. ഞാൻ ഇതിൻ്റെ മുന്നേ സോളാർ പാനൽ വീഡിയോ നടന്ന് ചെയ്തിരുന്നു. ഒരു പാനലിൻ്റെ അൺബോക്സിങ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാനത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈസ്റ്റ്മാൻ്റെ 150Hൻ്റെ ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ ഈസ്റ്റ്മാനാണ് ബാറ്ററി വാങ്ങിയത്. 120 മന്താണ് ഇതിൻ്റെ വാറണ്ടി കിടക്കുന്നത് കേട്ടോ. നോക്കുക, 2 വീലർ ഫോർ സോളാർ യൂസ് ഓൺലി. C10 കപ്പാസിറ്റിയാണ്, C10 ആണ് വരുന്നത്, 150 SB. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെക്കൊക്കെ ഇതാണ്. അപ്പോൾ 120 ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും 10 വർഷമാണ് വാറണ്ടി അവർ പറയുന്നത്. അപ്പോൾ 10 വർഷം വാറണ്ടി കണക്കാക്കണ്ട, 5 വർഷം റീപ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റ്മാൻ എന്ന ബാറ്ററി ചില ആൾക്ക് പരിചയം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വാറണ്ടി ആയിട്ടും പിന്നെ നമ്മളെ നിയറസ്റ്റ് ആയിട്ട് നമുക്കൊരു വിശ്വാസമുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ ഇത് എടുത്തത്. അപ്പോൾ 5 വർഷം റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അതായത് 10 വർഷം പ്രോ വാറണ്ടിയാണ് കേട്ടോ. അതായത് 5 വർഷം ശേഷം നമുക്ക് ബാറ്ററി വാങ്ങിക്കുന്ന സമയത്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ശതമാനം കുറച്ച് കിട്ടുന്നതാണ്. അത് നോക്കണ്ട, നമ്മൾ റീപ്ലേസ്മെൻറ്റ് മാത്രമേ വാറണ്ടി എടുക്കുമ്പോൾ നോക്കാവൂ. ഏതൊരു ബാറ്ററി എടുക്കുകയാണെങ്കിൽ തന്നെ എത്ര മാസമാണ് റീപ്ലേസ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. റീപ്ലേസ്മെൻറ്റ് മാത്രമേ നമുക്ക് അതിനൊരു കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ നമുക്ക് ബാറ്ററി പുതിയ വാങ്ങിക്കുന്ന സമയത്ത് MRPയിൽ ഇവർ കുറച്ച് തരിക ചെയ്യുക. അപ്പോൾ നമുക്ക് വലിയൊരു നഷ്ടമാണ്. അതിനേക്കാൾ നല്ല ബാറ്ററി പുറമെ വെളിയിൽ കൊടുത്തിട്ട് ബാറ്ററി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കായിരുന്നു നന്നാവുക. കാരണം MRPയിൽ ആരും ബാറ്ററി വിൽക്കില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇപ്പോൾ പറഞ്ഞാൽ നോക്കിയാൽ കാണാൻ കഴിയും. ഉണ്ടല്ലേ, 20,000 വില വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബാറ്ററിൻ്റെ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ വാറണ്ടി എന്ന് പറഞ്ഞ് നമ്മളവിടെ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നൊരു 2,000-3,000 കുറച്ചിട്ട് നമുക്ക് ബാറ്ററിൽ റേറ്റ് അധികമാവും. ഈ ബാറ്ററിക്ക് ഒരു 15 രൂപ റേഞ്ചൊക്കെ വില വരുന്നുള്ളൂ. 15,500 ഓരോ ഷോപ്പിലെ റേറ്റ് ആയിരിക്കും. അപ്പോൾ നോക്കുക. അപ്പോൾ ഒരിക്കലും നമുക്ക് വാറണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് ഈ 120 മന്ത് എന്നുള്ള ഒരിക്കലും നമുക്ക് കൺസിഡർ ചെയ്യരുത്. 120 മാസം, 10 വർഷം, 5 വർഷം റീപ്ലേസ്മെൻറ്റ്. പിന്നെ ഓൺലൈനാണ് വാറണ്ടി രജിസ്ട്രേഷനൊക്കെ. പഴയമായിട്ട് ടെൻഷനും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഓൺലൈൻ വാറണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് അതിൻ്റെ ബില്ല് കരുതിയിരിക്കണം കേട്ടോ. ബാറ്ററി വാങ്ങിച്ചൊരു ബില്ല് നിർബന്ധമായിട്ട് അവർക്ക് ചോദിക്കും. വാറണ്ടി കാർഡ് ലോസ് ആയാലും തന്നെ നമുക്ക് ബില്ലുണ്ടായാലും മതി. അല്ലെങ്കിൽ വാറണ്ടി കാർഡ് വേണം, അല്ലെങ്കിൽ ബില്ല് വേണം. അതൊന്ന് കരുതി വെക്കണം വാങ്ങിക്കുന്ന സമയത്ത് കേട്ടോ. ഓൺലൈനാണ് രജിസ്ട്രേഷനൊക്കെ വരുന്നത്. പിന്നെ സോളാറിന് നിങ്ങൾക്ക് C20 കാറ്റഗറി പറ്റുന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. എന്താണ് C20 എന്നും C10 എന്നും ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ C20 എന്ന് പറഞ്ഞാൽ C10 എന്ന് പറഞ്ഞാൽ എന്താ ഡിഫറൻറ്റ് വരിക? ഇപ്പോൾ 150 ഇത് 150H ആണ്, ഇത് 10 ആണ്. C10 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഈ 10 ഹരിക്കണം 150, 10 ഹരിക്കണം 150, 15 ആംപിയർ കിട്ടും. ഇതിൻ്റെ ആംപിയർ കിട്ടും കേട്ടോ, 15 ആംപിയർ. ഈ 15 ആംപിയർ ഈ 10 മണിക്കൂറിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നു. അത്രക്കും ആംപിയർ എടുത്തിട്ട് 10 മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാനും ചാർജ് ചെയ്യാനും പറ്റും. അതായത് ഏറ്റവും ഷോർട്ട് ടൈം നമുക്ക് മനസ്സിലാവുമല്ലോ. സോളാറിൻ്റെ ആ സമയത്ത് കിട്ടുന്ന മാത്രം പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ ഇൻവെർട്ടറാണ്, സാവധാനം ചാർജ് ചെയ്താൽ മതി. സാവധാനം ചാർജ് എപ്പോഴെങ്കിലും കറണ്ട് പോകുന്ന സമയത്ത് 1/2 മണിക്കൂർ 1 മണിക്കൂറല്ല വീട്ടിൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് C20 ബാറ്ററി ഉപയോഗിക്കുന്നതെന്ന് പറയാൻ കാരണം ഇതിൻ്റെ സെല്ലൊക്കെ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും. അതായത് 10 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാനും 10 മണിക്കൂർ ഡിസ്ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് C20 ആണ്. എന്ത് വരും? C20 എന്ന് പറയുമ്പോൾ 150 ആയിരിക്കണം 10, 7 ആംപിയർ. 7 ആംപിയർ വെച്ച് അതേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. 7 ആംപിയർ അത് ചാർജ് ചെയ്യാനും 7 ആംപിയർ സാവധാനം 20 മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് C20ൻ്റെ കപ്പാസിറ്റി വരിക. അതായത് പവർ കൂടുതൽ പെട്ടെന്ന് ചാർജ് ചെയ്യാനും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാനും പറ്റിയത് C10 ബാറ്ററിയാണ്. അതതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് പ്രത്യേക 2 ബാറ്ററിൻ്റെയും വ്യത്യാസം മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ C10 നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരിക്കലും നിങ്ങൾ C20 വീട്ടിലെ ബാറ്ററി ഉപയോഗിച്ചിട്ട്, അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ഇൻവെർട്ടറൊക്കെ യൂസ് ചെയ്യണം, അത്യാവശ്യം മാറ്റുന്നവരൊക്കെ ഉപയോഗിക്കാം. എന്നാലും അതിൻ്റെ ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും വളരെ കൂടുതൽ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ, അതായത് സോളാർ ഉപയോഗിക്കുന്ന സമയത്ത് സോളാർ ഡയറക്റ്റ് നമ്മൾ ലൈനിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് സമയം എടുക്കും. കാരണം സ്ലോ ആയിട്ട് ആംപിയർ അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഓവർ ആംപിയർ എടുത്ത് ചാർജ് ചെയ്യാൻ ബാറ്ററി ചൂടാവും, ബാറ്ററി പൊട്ടി തെറിക്കാനാണ് സാധ്യതയുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ടുണ്ട് അവിടെ പൊട്ടിയെന്നൊക്കെ, ബാറ്ററി പൊട്ടിയെന്നൊക്കെ. അത് ശ്രദ്ധിക്കുക. കാരണം മാക്സിമം നമ്മൾ വീട്ടിലുള്ള കുറച്ചൊക്കെ ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല. എന്നാലും മാക്സിമം നിങ്ങൾ C10 ബാറ്ററി തന്നെ എടുക്കുക. പിന്നെ ഞാൻ എക്സൈഡിൻ്റെ കുറേ നോക്കിയിരുന്നു, സോളാർ ട്യൂബ്ലറൊക്കെ നോക്കിയിരുന്നു, പിന്നെ ഒരുപാട് ബ്രാൻഡൊക്കെ നോക്കി. പക്ഷേ ഇത് കുറേ സെർച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് 10 വർഷം
ഒരു കോംപ്രമൈസുള്ള വാറണ്ടി തരുന്ന ബ്രാൻഡാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഗ്രീൻ ഇന്നോവേഷനാണ്. പിന്നെ വെള്ളം കുറയൽ വളരെ കുറവാണെന്നാണ് ഞാൻ ഇതൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലായത്. അതായത് വാട്ടർ കൺസപ്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കേണ്ട. സാധാരണ ബാറ്റിൽ സോളാർ ബാറ്റിൽ പ്രത്യേകിച്ചും പെട്ടെന്ന് വെള്ളം തീരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വെള്ളം എപ്പോഴും ചെക്ക് ചെയ്യണം. ഇത് അതിന് കുറവാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. പിന്നെ വേറൊരു ഇൻഫർമേഷൻ, UTL എന്ന് പറഞ്ഞ ബ്രാൻഡ് ബാറ്ററി അറിയുമായിരുന്നു. ആ UTLനൊക്കെ ബാറ്ററി ഉണ്ടാക്കി കൊടുക്കുന്ന ഈസ്റ്റ്മാൻ എന്നാണ് ഞാൻ അറിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാനിതിനെ ബാറ്റിനെ പ്രൊമോട്ട് ചെയ്യല്ല, ഒരിക്കലും ഞാൻ ഒരു സാധനത്തിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ അറിവാണ്, ഞാൻ അറിഞ്ഞൊരു അറിവാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലതും തോന്നി. അതായത് എപ്പോഴും ബാറ്ററി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർ ആരാണോ, നമുക്ക് വിശ്വാസകരമായിട്ട് ഒരു 5 വർഷം 10 വർഷങ്ങളോളം ആരാണ് ബാറ്ററി സെയിൽ ചെയ്യുന്നത്, അവരുടെ നിന്ന് ബാറ്ററി എടുക്കുക. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. പുതിയതായിട്ട് വരുന്ന ഷോപ്പുകൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ പൂട്ടി പോകും, ചിലപ്പോൾ ക്ലോസ് ചെയ്യും. നമുക്ക് ഗ്യാരണ്ടി ആവശ്യമുള്ള സമയത്ത് വിളിച്ചാൽ കിട്ടില്ല, അപ്പോൾ അവർ നാട്ടിലുണ്ടാവില്ല. അതൊക്കെ നോക്കണം. ചില ആൾക്കാർ ഊട്ടി ഗൾഫ് പോകും. അപ്പോൾ അങ്ങനെയുള്ള വാറണ്ടി നമ്മളിങ്ങനെ സാധനം ബാറ്ററി എടുക്കുന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷൻ ചെയ്യാതെ നല്ല എടുത്ത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഡീലർ എടുത്തുനിന്ന് മാത്രം ബാറ്ററി എടുക്കാൻ ശ്രമിക്കുക. ഓൺലൈനിൽ കഴിയുന്നതും ബാറ്ററി എടുക്കാതൊക്കെ, അങ്ങനെ വാറണ്ടിക്ക് പ്രശ്നം വരും. പിന്നെ ഇതാണ് ബാറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് ചാർജിങ് ആംപിയർ വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും ചാർജിങ് ആംപിയർ നോക്കണം. സീറ്റം എന്നുള്ള ചാർജിങ് ആംപിയർ ബാറ്ററി വേറെ ഏതാ സീറ്റം ബാറ്ററി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചാർജിങ് ആംപിയർ അല്ല, സീറ്റം ബാറ്ററിയും കറക്റ്റ് ആംപിയറിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. എത്ര ആംപിയർ ആണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവുക. ബാറ്ററി പെട്ടെന്ന് ചാർജ് ആയാൽ നമുക്ക് സോളാർ ഓൺലൈനിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് പെട്ടെന്ന് ലൈനിലേക്ക് പ്രവേശിക്കുള്ളൂ. ബാറ്ററി രാവിലെ 8-10 ചാർജ് ആയി കഴിയണമെങ്കിൽ നല്ല ആംപിയറിൽ ചാർജ് ചെയ്യാൻ പറ്റിയ സീറ്റം ബാറ്ററി തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് കേട്ടോ. അത് പൊട്ടിക്കുകയാണിത്. ഇതിൻ്റെ കൂടെ വാട്ടർ ലെവൽ ഇൻഡിക്കേഷൻ ഒക്കെ ഉണ്ട്, 6 ഉണ്ട്. പിന്നെ ബോൾട്ട് ഉണ്ട്. പിന്നെ ഇത് പെട്രോളിയം ജെല്ലാന്ന് തോന്നുന്നു. ബാറ്ററി നമ്മൾ തെർമലിന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ വരുന്നത്. ഈസ്റ്റ്മാൻ്റെ ബാറ്ററി. ഇത് പൊട്ടിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കീറി കളയേണ്ടി വരും. കാരണം ഇപ്പോൾ ലോക്കാണ്. ഇത് പൊട്ടിച്ച് ഇങ്ങോട്ട് തന്നെ എടുക്കണം. വേറെ ഏതൊക്കെ ബാറ്ററി പൊട്ടിക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്കറിയാവുന്നൊരു ഈസിയസ്റ്റ് വേല ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. നല്ല വെയിറ്റാണ് കേട്ടത് ബാറ്ററി. അങ്ങനെ ബാറ്ററി ലൈറ്റ് വെയിറ്റ് അല്ല വേണ്ടത്. ഈ ഒരു ബാറ്ററി ആകുമ്പോൾ വെയിറ്റ് വേണം. വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലെഡൊക്കെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, വെയിറ്റുള്ള ലെഡ് ഉണ്ടാവുള്ളൂ. എനിക്ക് ടെൻസ് പോക്കാൻ കഴിയില്ലത്, അത്രക്കും വെയിറ്റാണ്. നോക്കാം. അതൊന്ന് പിടിക്ക്. പുറത്തെടുത്തത് എൻ്റെ കളർ എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. നല്ല വെയിറ്റാ. ഒന്ന് പുറത്ത് കാണിച്ചു സ്പെക്ക് ഒന്ന്. ഈസ്റ്റ്മാൻ ഇതാണ്ടതായിട്ട് എന്താ ണ്ടല്ലേ. ഡീറ്റെയിൽസ് ഞാൻ വായിച്ചിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. പിന്നെ ഈ ചാർജിങ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാന്ന്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സോളാർ ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ബാറ്ററിൻ്റെ ബാറ്ററി എപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ. സാധാരണ ഇൻവെർട്ടറിൻ്റെ മാതിരി നമ്മൾ ഒരു നോർമൈൻഡ് ആക്കി ഇടരുത്. അപ്പോൾ ഇത്രയാണ് ബാറ്റിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ബാറ്ററി എടുക്കുന്ന സമയത്ത് ഈസ്റ്റ്മാൻ എന്ന ബ്രാൻഡ് നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക, കുറിച്ച് ഒന്ന് പഠിക്കുക, മനസ്സിലാക്കുക. ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ശരിക്ക് നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. എന്നാലും ഞാനിതിൻ്റെ ഒരു അപ്ഡേഷൻ
ഇതിന് ശേഷമുള്ള അപ്ഡേഷൻ അടുത്ത വീഡിയോയിൽ തരാം. ഞാൻ വാറണ്ടി മാത്രമേ നോക്കിയിട്ടുള്ളൂ കേട്ടോ. റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഡീലറാണ്. അവരുടെ അടുത്ത് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ സാധനം എടുക്കുന്നത്. കാരണം ഈ അടുത്തൊന്നും ഇവിടെ ഒരു ഇസ്റ്റ്മെൻറ്റ് കിട്ടാനില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ഡീലർഷിപ്പ് എടുത്തായിരുന്നു തോന്നുന്നു. അപ്പോൾ ബാറ്ററി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുത്തി കോൺടാക്റ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.